നമസ്കാരം. ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ കൈവശമുള്ള അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു ഓഹരിയും അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവർ കമ്പനി എടുക്കുന്ന കോർപ്പറേറ്റ് തീരുമാനങ്ങളുടെ ഒക്കെ ഒരു സംബന്ധിച്ച വാർത്തകൾ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ട അതൊരു അത്യാവശ്യമായ ഒരു ഘടകമാണ്. കാരണം ആ നടപടി അല്ലെങ്കിൽ പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞ സംഭവം അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടിൽ നിന്നും ആ ഓഹരിക്ക് അല്ലെങ്കിൽ സംഭവിക്കാവുന്ന എന്താണ് എൻ്റെ അനന്തരഫലം, അതൊരു നെഗറ്റീവാണ് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് നീക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൽ നിന്നും എത്രയും വേഗം എക്സിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ ഒരു അനന്തരഫലമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ എടുക്കുന്നതിനൊക്കെ സഹായിക്കാതെ യഥാസമയം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലാണ്. അപ്പം ഇത് സൂചിപ്പിച്ചു വന്നത് ഇപ്പോൾ ഇന്നലെ ഒരു 1562 രൂപയിൽ നിന്നൊരു ഓഹരി ഇന്ന് രാവിലെ 556 രൂപയിലേക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഓഹരി വില മാറുമ്പോൾ ഒരു നിക്ഷേപകൻ ഒരുപക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ആശങ്കയിലാകുന്നൊരു സ്വാഭാവികമാണ്. അപ്പം ഇവിടെ സൂചിപ്പിച്ചു വരുന്ന റെയ്മണ്ട് ലിമിറ്റഡ് എന്ന ഓഹരിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഓഹരിയിൽ ഇന്നൊരു 1000 രൂപയുടെ ഒരു വില വ്യതിയാനമാണ് ഇന്നത്തെ ഒരു ട്രെൻഡിൽ കണ്ടത്, ഇന്നലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഓഹരിക്ക് എന്ത് പറ്റിയില്ല, ഓഹരി വിലയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു 66% ഇടിവുണ്ടാകുന്നത്? കാരണം ഇതിൽ ഇനി ഈ റെയ്മണ്ട് ഓഹരി കൈവശമുള്ള നിക്ഷേപകർ ഇനി എന്ത് ശ്രദ്ധിക്കണം, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഓഹരി വിലയ്ക്ക് ഈ 1000 രൂപ അല്ലെങ്കിൽ 66% ഇന്നലത്തെ ക്ലോസിംഗ് വിലയായിട്ട് ഇടിവുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം നമുക്ക് ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയായിട്ടാണ് റെയ്മണ്ട് ലിമിറ്റഡ് ഏവർക്ക് അറിയുക. പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീമർജർ ന്യൂസുകളാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ ഇന്നത്തെ ഒരു വില വ്യതിയാനത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ റെയ്മണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓഹരി ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ഗ്രൂപ്പായിട്ടുള്ള ഒരു ഓഹരിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയായിട്ടാണ് റെയ്മണ്ട് ലിമിറ്റഡ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം ഈ റെയ്മണ്ട് ലിമിറ്റഡ് എന്നുള്ള ഇപ്പോൾ ഈ ഓഹരിക്ക് കഴിഞ്ഞ ദിവസം NSE ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 1564 രൂപ 30 പൈസയിലായിരുന്നു NSE റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് 523 രൂപ 10 പൈസയിലായിരുന്നു ഇതിൻ്റെ ഓപ്പണിംഗ്. അതായത് 66% ഡൗൺ ആയിട്ടാണ് ഓഹരി ഓപ്പൺ ചെയ്തത്. പക്ഷേ ക്ലോസിംഗ് ബേസിസ് നോക്കുമ്പോൾ 551 രൂപ 20 പൈസയിലേക്ക്. അപ്പോൾ അതായത് ഇന്നത്തെ ഇൻട്രാഡേയിൽ ഏകദേശം 27 രൂപയുടെ ഒരു വർധന ഉള്ളതായിട്ട് കാണാം. എന്തായാലും ഇന്നലത്തെ ക്ലോസിംഗ് വില 1564 രൂപ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ 523 രൂപ, 66% ഇടിവെന്ന് പറയുമ്പം ഒരു സ്വാഭാവികമായിട്ടൊരു നിക്ഷേപകൻ അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കൊരു ആശ്ചര്യമല്ല ആശങ്കയൊക്കെ തോന്നുന്ന സ്വാഭാവികമാണ്. അപ്പോൾ ഇതൊരു വിൽപ്പന സമ്മർദ്ദം കാരണമല്ല ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഓഹരി വിലയിലുണ്ടായിരുന്ന മാറ്റത്തിന് കാരണം കമ്പനികൾ ഡീമർജറാണ്. ഇത് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൽ വാർത്തകളുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഡീമർജർ ഈ കമ്പനിയിൽ കഴിഞ്ഞാണ്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഡീമർജറാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റുമാണ് മെയ് 14, 2025 മെയ് 14 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മാറ്റമാണ് ഇതിൽ നിന്ന് കണ്ടത്. അപ്പോൾ അതിലാദ്യം എക്സ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ അതിൻ്റെ ഇതിനൊരു ഫലം അതിൻ്റെ ഓഹരിയുടെ വിപണി വിലയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഒരു ഡിവിഡൻ്റ് ആണെങ്കിൽ ആ ഡിവിഡൻ്റ് ഇപ്പോൾ ഒരു 10 രൂപയാണ്, ഇപ്പോൾ ഒരു 20 രൂപയുടെ ഒരു ഓഹരിയാണെങ്കിൽ ആ 10 രൂപ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും എക്സ് ഡേറ്റിൽ വരുന്നത്. അതായത് കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു അനന്തരഫലം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന ഒരു ഡേറ്റാണ് എക്സ് ഡേറ്റ്. അപ്പം എക്സ് ഡേറ്റിൻ്റെയും തലേദിവസമാണ് ആ ഓഹരി കയ്യിരുന്നാലാണ് റെക്കോർഡ് ഡേറ്റിൽ നമുക്ക് നോർമലി ആ കമ്പനിയുടെ ഒരു രജിസ്റ്ററിൽ ഒഫീഷ്യൽ രജിസ്റ്ററിൽ നമ്മുടെ ഒരു പേര് വരിക. അതായത് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഇതിൻ്റെ ഫലം കിട്ടുന്നതിനായിട്ട് ആ ഒരു ഓഹരി ഉടമകളുടെ മാനദണ്ഡം അല്ലെങ്കിൽ അർഹത നിശ്ചയിക്കുന്ന തീയതിയാണ്. അപ്പം അത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി അവരുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഇത് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ആണോ ഇല്ലയോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് ട്രാൻസ്ഫർ ഏജൻസ് വഴി കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ ട്രാൻസ്ഫർ ഏജൻസ് വഴിയോ ഈ ഒരു നിക്ഷേപകൻ അല്ലെങ്കിൽ എൻറ്റൈറ്റീസ് കമ്പനികളുമുണ്ടല്ലോ. അപ്പോൾ അവർ എൻറ്റൈറ്റീസ് ഈ കമ്പനിയുടെ പർട്ടിക്കുലർ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ആണോ എന്ന് കമ്പനി അവരുടെ ഒരു നോക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിനനുസരിച്ച് റെക്കോർഡ് ഡേറ്റിൽ പേരുള്ളവർക്ക് എന്താണോ കോർപ്പറേറ്റ് ആക്ഷൻ നടക്കുന്നത്, ഡിവിഡൻഡോ ബോണസ് അല്ലെങ്കിൽ ഡീമർജർ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് നടന്നാലും അതിൻ്റെ ഒരു ഫലം നേരിട്ട് കൈവശപ്പെടുത്താൻ കഴിയുന്ന നിക്ഷേപകരാണ് റെക്കോർഡ് ഡേറ്റിൽ കമ്പനിയുടെ ബുക്കിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ കാണാനാകുക. അപ്പോൾ ഈ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ഓഹരിയുടെ വിലയിൽ വന്ന അഡ്ജസ്റ്റ്മെൻറ്റാണ് ആക്ച്വലി ഇന്ന് ആ ഒരു ഓഹരിയിൽ പ്രതിഫലിച്ചത്. അങ്ങനെയാണ് 1564 നിന്ന ഓഹരി ഇപ്പം 1523 രൂപയിലേക്ക് മാറിയത്. ഒരു 1000 രൂപയുടെ ഡിഫറൻസിൽ 66% ഒരു ഇടി പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും റെയ്മണ്ട് ഓഹരി കൈവശമുള്ളവർക്ക് ഹോൾഡിംഗ് വാല്യൂവിൽ മാറ്റം വന്നില്ല, അതുകൊണ്ട് തന്നെ ഫലത്തിൽ നഷ്ടമില്ല. ഇതൊരു നോഷണൽ ലോസായിട്ട് മാത്രമായി ഇതിനെ കരുതിയാൽ മതി. കാരണം ഡീമർജിന് ശേഷം പുതിയതായിട്ട് കമ്പനി ഡീമർജ് ചെയ്യുന്ന പുതിയതായിട്ടുള്ള എൻറ്റൈറ്റിയും ഈ ഒരു നിക്ഷേപം ഇന്ന് റെക്കോർഡ് ഡേറ്റിൽ റെയ്മണ്ട് ഓഹരി കൈവശമുള്ളവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് വാല്യൂവിൽ മാറ്റം വരുന്നില്ല, അതുകൊണ്ട് തന്നെ നഷ്ടം എന്നൊരു സംഭവമില്ല. ഇതൊരു സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ സെൽ ഓഫ് കാരണം ഉണ്ടായ ഒരു ഇടിവുമല്ല.
സെൽ ഓഫ് കാരണമുള്ള അല്ലെങ്കിൽ വിൽപ്പന സമ്മർദ്ദം താങ്ങാനാകാതെയുള്ള ഒരു വിലയിടിവാണെങ്കിലാണ് നമുക്ക് നഷ്ടം. അതായത് അത് ക്യാപിറ്റലിനകത്ത് നമുക്കൊരു ഇറോഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹോൾഡിംഗ് വാല്യൂ ഇടിവുണ്ടാകുന്നത്, അവിടെയാണ് നമുക്കൊരു നഷ്ടം. ബുക്ക് ചെയ്താലേ നഷ്ടമുള്ളത് വേറൊരു കാര്യം. എന്നിരുന്നാലും നമുക്ക് നോഷണലായിട്ട് നോക്കുമ്പോൾ ലോസ് വരുന്നത്. അപ്പം ഇതിൽ ഡീമർജറിൽ പുതിയൊരു കമ്പനിയുടെ ഒരു ഓഹരി നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ റെയ്മണ്ട് ലിമിറ്റഡ് എന്ന ഓഹരി ഇന്ന് കൈവശമുള്ളവരെ സംബന്ധിച്ച് ആത്യന്തികമായി നഷ്ടമില്ല. കാരണം ഇതൊരു സെൽ ഓഫ് അല്ലെ ഡീമർജറിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ഓഹരി അവർക്ക് കിട്ടും. റെയ്മണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഹരിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് സെപ്റ്റംബർ ക്വാർട്ടറിൽ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനി സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഡീമർജർ പ്രോസസ്സുകളൊക്കെ ഈ ആദ്യത്തോടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപം കൊടുക്കണം എന്നുള്ളതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ റെയ്മണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഓഹരിയും ഈ റെയ്മണ്ട് ലിമിറ്റഡിനെ പോലെ തന്നെ NSE-ലും BSE-ലും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി തന്നെയാണ്. പിന്നെ ഡീമർജറിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഡേറ്റിൽ ഇപ്പോൾ ഇന്ന് റെയ്മണ്ട് ലിമിറ്റഡ് ഓഹരി ഇന്ന് മേടിച്ചവരല്ല, എക്സ്ഡേറ്റിന് മുന്നേ ഒരു ദിവസമെങ്കിലും മുന്നേ മേടിച്ചിട്ടുള്ളവർക്ക് കമ്പനിയുടെ രജിസ്റ്റർ ബുക്കിൽ ഇന്ന് പേരുള്ളവർക്ക് റെക്കോർഡ് ഡേറ്റിലുള്ളവർക്ക് ഒരു റെയ്മണ്ട് റിയാലിറ്റി ഓഹരിയുടെ കിട്ടും. അതായത് ഒരു റെക്കോർഡ് ഡേറ്റിൽ ഈ ഓഹരി കൈവശമുള്ളവരെ സംബന്ധിച്ച് ഒരു റെയ്മണ്ട് ലിമിറ്റഡ് ഓഹരിക്ക് ഒരു റെയ്മണ്ട് റിയാലിറ്റി ഓഹരിയുടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ വിശദാംശം നോക്കുകയാണെങ്കിൽ വളരെയധികം പഴക്കമുള്ള ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ഇപ്പം തുടക്കം ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയായിട്ടാണ് തുടക്കം. പക്ഷേ വളരെയധികം ഡൈവേഴ്സ്ഡ് സെക്ടേഴ്സിലോട്ട് ഇത് കമ്പനിയുടെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് ഈ 100 വർഷത്തിനിടെ. അപ്പോൾ ലോകത്ത് ആദ്യമായി സൂപ്പർ 250S എന്നൊരു ഉയർന്ന ഗുണമേന്മയുള്ള കമ്പിളി തുണി നിർമ്മിച്ചൊക്കെ കമ്പനിയാണിത്. 55 രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ അപ്പാരൽ പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു അപ്പാരൽ ബിസിനസ്സിനെ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചേഴ്സ് ഓഫ് വെസ്റ്റഡ് സൂട്ടിംഗ് ഫാബ്രിക്കാണ്. വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പം കമ്പനി അതിൻ്റെ ഒരു സപ്ലൈ ചെയിനിൽ മൾട്ടിപ്പിൾ സ്റ്റേജസിൽ കൺട്രോൾ ഉള്ളതിനെയാണ്. അതായത് റോ മെറ്റീരിയൽ തൊട്ട് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വരെ ഇറങ്ങുന്നതും വരെയുള്ള കാര്യങ്ങൾ കമ്പനിക്ക് നേരിട്ട് ഇടാൻ കഴിയുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഉള്ള കമ്പനികളാണ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ലോകത്ത് തന്നെ ഒരു വെസ്റ്റഡ് സൂട്ടിംഗ് ഫാബ്രിക്സ് ഉണ്ടാക്കുന്ന വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡുള്ള ഏറ്റവും വലിയൊരു കമ്പനി കൂടിയാണിത്. അപ്പം പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അപ്പാരൽ ബിസിനസ്സിൻ്റെ ഒരു റീറ്റെയിൽ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ 1650ഓളം അവർക്ക് ഷോറൂമുകളുണ്ട്. അതിൽ 1600ഓളം ഏകദേശം 95% തന്നെ ഇന്ത്യയിലാണ്. 600 ടൗണുകളിലായിട്ടാണ് ഈ ഒരു ഷോറൂം അവർക്കുള്ളത്. ബാക്കി 9 വിദേശ രാജ്യങ്ങളായിട്ട് ഏകദേശം 50ഓളമുള്ള ഒരു ഷോറൂമുകളുമുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ വിഭാഗത്തിന് പുറമേ ആണ് റിയൽ എസ്റ്റേറ്റ്, FMCG, എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കും റെയ്മണ്ട് കമ്പനിക്ക് സജീവമായ പ്രവർത്തന സാന്നിധ്യമുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ അപ്പാരൽ ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓഹരിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി കഴിഞ്ഞ ഒരു വർഷം മുന്നേ തന്നെ ഈ ഒരു കമ്പനി ഡീമർജറിൻ്റെ ഒരു പ്ലാൻ അവർ മുന്നോട്ട് വെച്ചിട്ട് അവരുടെ സ്ട്രാറ്റജിക് മൂവിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്നതാണ്. അത് എന്തുകൊണ്ടാണ് കമ്പനികൾ വിഭജിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് റെയ്മണ്ട് ലിമിറ്റഡ് അന്ന് പറഞ്ഞൊരു ഉത്തരം എന്ന് പറയുന്നത് പല പല സെക്ടേഴ്സിലായിട്ടാണ് പ്രധാനപ്പെട്ട ബിസിനസ്സുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ പുതിയ ബിസിനസ്സിൻ്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും മുതലെടുക്കുന്നതിനും അപ്പോൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് റെയ്മണ്ട് ലിമിറ്റഡ് ഇങ്ങനെ കമ്പനികളെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതായത് ഒരു സ്വതന്ത്ര കമ്പനികളാകുമ്പോൾ അവരുടെ കാര്യപ്രാപ്തി അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ കമ്പനിക്ക് വളരാനും അല്ലെങ്കിൽ മുന്നേറാനുള്ള വഴി തെളിക്കാനൊക്കെ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് റെയ്മണ്ട് മാനേജ്മെൻറ്റ് ഇത്ര ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ റെയ്മണ്ട് റിയാലിറ്റിയുടെ ഒരു ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരൊരു റിയാലിറ്റി ബിസിനസ്സിലേക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പുതിയ നിക്ഷേപരൊക്കെ ആകർഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുകൂടിയാണ് ഒരു ഡീമർജർ എന്ന് നമുക്ക് പറയാം. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു ഡീമർജർ പ്ലാൻ ഒരു തന്ത്രപരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. അപ്പം വാല്യൂ അൺലോക്കിംഗ് കൊണ്ട് അതുപോലെ തന്നെ ഒരു ഫോക്കസ്ഡ് വെർട്ടിക്കൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു മുന്നേറാനുള്ള ശ്രമം തന്നെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഡീമർജർ ചെയ്തത് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായിരുന്നു റെയ്മണ്ടിൻ്റെ. അപ്പോൾ അപ്പാരൽ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സൊക്കെ ഇപ്പോൾ അതിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഷെയറായിട്ട് തന്നെയാണ് അതിനെ ഡീമർജ് ചെയ്തിരുന്നത്. അപ്പം അത് 2024 ജൂണിലാണ് ഈ ഡീമർജർ നടന്നത്. അതിനുശേഷം സെപ്റ്റംബറോടുകൂടി ആ ഒരു റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ഷെയർ ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് RLL എന്ന ഷെയർ
ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ 984 രൂപയാണ് ഈ ഓഹരിക്ക് കാണാൻ കഴിയുന്നത്. അപ്പം റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡിന് ശേഷം, അതായത് റെയ്മണ്ട് എന്നുള്ള ഓഹരി അന്നൊരു ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു 3500 റേഞ്ചിലൊക്കെ നിന്നിരുന്ന ഓഹരിയാണ്. അപ്പം അന്ന് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ അതിനെ ആദ്യം ഡീമെർജർ ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി. അതിന് ശേഷമാണ് ഇപ്പം റെയ്മണ്ട് റിയാലിറ്റിയുടെ അടുത്ത ഡീമെർജറിൻ്റെ ഒരു ഭാഗം നടക്കുന്ന ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം റെയ്മണ്ട് റിയാലിറ്റി ലിമിറ്റഡ് RRL എന്നൊരു ഷെയറാണ് പുതിയതായിട്ട് ഇപ്പം വരിക. അപ്പം ഈ റെയ്മണ്ട് റിയാലിറ്റിയുടെ ഇന്ന് ഡീമെർജ് ചെയ്തതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു പോർഷൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ താരതമ്യേന വളരെ ശക്തമായിട്ടൊരു സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാർച്ച് ക്വാർട്ടറിൽ നോക്കുകയാലും ഈ ഒരു റെയ്മണ്ട് റിയാലിറ്റി ലിമിറ്റഡിൻ്റെ RRL എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണ്. റവന്യൂ 766 കോടിയാണ് മാർച്ച് ക്വാർട്ടറിൽ മാത്രം. 13% വാർഷിക വളർച്ച കാണിക്കുന്നുണ്ട്. എബിറ്റ അല്ലെങ്കിൽ പ്രവർത്തന ലാഭം 194 കോടിയാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 25.3%, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നിലവാരം തന്നെയാണത്. അപ്പം റിയാലിറ്റി മേഖലയിൽ ഇവർ കൂടുതലും പ്രവർത്തിക്കുന്നത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിലാണ്. അറിയാം, നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒന്നാണ് ഡൽഹിയും ബോംബെയും. അതിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റാണ് ബോംബെയിൽ. അപ്പോൾ അവിടെ തന്നെയാണ് മുംബൈയിലത്. ആ മുംബൈയിൽ തന്നെയാണ് ഇപ്പോൾ അവർ മുംബൈ കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്നുള്ളതും ഒരു ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരൊരു പ്രൊജക്ട് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് പല രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തിലുള്ള പല രീതിയിൽ കരാറുകളിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് വിവിധ സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കരാറുകളുടെ ഒരു മൊത്തം ഒരു മൂല്യം എന്ന് പറയുമ്പോൾ ഏകദേശം 40,000 കോടിയോളം രൂപയുടെ പ്രോജക്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് വഴിയിട്ടാണ് വളരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉൾപ്പെടെയുള്ള ഒരു മൂല്യമാണ് ഇത്ര ഇത് സൂചിപ്പിച്ചത്. പിന്നെ ഡീമർജറിന് ശേഷം റെയ്മണ്ട് ലിമിറ്റഡ് എന്ന ഓഹരിയുടെ കീഴിൽ ഉണ്ടാവുക എഞ്ചിനീയറിംഗ് ബിസിനസ്സാണ് പ്രധാനമായിട്ടും. അതൊരു 2 കമ്പനികളുടെ കീഴിലായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അതിൽ ഡെനിം ബിസിനസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ വഴിയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഇനിയിപ്പം റെയ്മണ്ട് ഈ നിക്ഷേപകർ എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ നിക്ഷേപകരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഇതൊരു നഷ്ടമല്ല, അതായത് അവരുടെ ഒരു ഓഹരി മൂല്യത്തിൽ ഒരു ഇടിവ് ഹോൾഡിംഗ് വാല്യൂവിൽ ഇടിവ് ഉണ്ടാകാത്തതിനാൽ തന്നെ ഇതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. പുതിയൊരു ഓഹരി കിട്ടുമ്പോൾ അത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം റെയ്മണ്ട് ലിമിറ്റഡിൽ ഉണ്ടായിരിക്കുന്നത് ഡീമർജറിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ഒരു ഓഹരി വിലയിലുണ്ടായ വ്യതിയാനമാണ്. അതൊരു നഷ്ടമല്ല എന്നുള്ളതാണ് റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ നിക്ഷേപകർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം പോസ്റ്റ് ഡീമർജറിന് ശേഷം അല്ലെങ്കിൽ ഡീമർജർ മുഴുവൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നോക്കുമ്പം റിയാലിറ്റിയും എഞ്ചിനീയറിംഗ് ബിസിനസ്സും കൂടെ ഉള്ളൊരു 2 കമ്പനികൾ അല്ലെങ്കിൽ 2 ഷെയർ ഒരേ സമയം പോർട്ട്ഫോളിയോ വരുന്ന ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു വേണൊരു പോസിറ്റീവായിട്ടും എടുക്കാൻ പറ്റുന്നൊരു ഘടകമുണ്ട്. അപ്പം ഇച്ചിരി ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ വേണമെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് അലൈൻ ചെയ്യാം. അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് ചേരുന്നതാണോ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് റെയ്മണ്ട് റിയാലിറ്റിയുടെ ലിസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. അപ്പം സെപ്റ്റംബർ ക്വാർട്ടറിലാണ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ 2ാം ക്വാർട്ടറിലായിരിക്കും ലിസ്റ്റിംഗ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റെയ്മണ്ട് ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പം ആത്യന്തികമായി ഇതൊരു നഷ്ടമല്ല. ഇന്ന് ഓഹരികളിൽ ഉണ്ടായേക്കുന്ന മാറ്റം കമ്പനിയുടെ ഡീമർജറിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി റെയ്മണ്ട് റിയാലിറ്റി എന്ന ഓഹരിയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഉടമകളോട് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഒരു നിക്ഷേപത്തിനായുള്ള തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ ഒന്നുമല്ല, ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനാശംസ നിർത്തുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.